കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ത്രെഡഡ് ഫാസ്റ്റനേഴ്സിനെ പറ്റിയാണ്. ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നോൺ ത്രെഡഡ് ആയിട്ടുള്ള ഫാസ്റ്റനേഴ്സ് ആണ്. നോൺ ത്രെഡഡ് ആയിട്ടുള്ള ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റനറിൽ എന്തുണ്ടാവില്ല, ത്രെഡ് ഇല്ലാത്ത ടൈപ്പ് ഫാസ്റ്റനേഴ്സ് ആണ് നോൺ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്. ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ റിമൂവബിൾ ആയിട്ടുള്ള ഫാസ്റ്റനേഴ്സ് ആണ് കീസ്, കോട്ടർ ജോയിന്റ്സ് ആൻഡ് പിൻ പോയിന്റ്സ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് അഴിച്ചു മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അഴിച്ചു മാറ്റാൻ പറ്റുന്ന ടെമ്പററി ആയിട്ടുള്ള ഫാസ്റ്റനേഴ്സ് ആണ് കീസും കോട്ടർ ജോയിൻസും അതേപോലെ തന്നെ പിൻ പോയിന്റ്സും. ഇതിൽ നമ്മൾ കീസ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ഷാഫ്റ്റിലേക്ക് ഗിയറിനെയും പുള്ളിനെയും ഡിസ്കിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് ഉപയോഗിക്കാറുള്ളത്. കോട്ടർ ജോയിൻ്റ് എന്നുള്ളത് ഒരു റിജിഡ് ജോയിൻ്റ് ആണ്. ടെൻസൈൽ അതേപോലെ തന്നെ കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സുകൾ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റിജിഡ് ജോയിൻ്റ് ആണ് കോട്ടർ ജോയിൻ്റ് എന്നുള്ളത്. പിൻ ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണ്. ചെറിയ ആംഗുലാർ ആയിട്ടുള്ള മോഷൻസ് ഒക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് പിൻ ജോയിൻ്റ് എന്നുള്ളത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കോട്ടർ ജോയിൻറ്റുകളെ പറ്റിയാണ്. സോ എന്താണ് ഈ കോട്ടർ ജോയിൻ്റ്? കോട്ടർ ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു കോട്ടർ കാണാം. അപ്പോൾ കോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് വെഡ്ജ് ഷേപ്പ്ഡ് മെറ്റൽ പീസാണ്. രണ്ട് ഷാഫ്റ്റുകളെ അല്ലെങ്കിൽ രണ്ട് റോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യും, സ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. സോ സാധാരണയായിട്ട് കോട്ടർ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഇതൊരു വെഡ്ജ് ഷേപ്പ്ഡ് ആണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ വിഡ്ത്ത് വൈസിൽ എന്ത് ചെയ്യും, അത് വെഡ്ജ് ഷേപ്പിൽ വരും. എന്നാൽ ഇതിൻ്റെ തിക്നെസ് എന്താണ്, യൂണിഫോം ആണ്. ഇങ്ങനെയുള്ള മെഷീൻ എലമെൻ്റ് ആണ് എന്ത് ആക്ച്വലി കോട്ടർ എന്നുള്ളത്. കോട്ടർ ജോയിൻറ്റുകൾ നേരത്തെ ഞാൻ പറഞ്ഞു അതൊരു റിജിഡ് ജോയിൻ്റ് ആണ്. ഈ റിജിഡ് ജോയിൻറ്റുകളിൽ ടെൻസൈലായിട്ടും കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സുകൾ വരുന്ന റോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടർ ജോയിൻറ്റ്സ് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും റെസിപ്രോക്കേറ്റിംഗ് മോഷൻ വരുന്ന ഷാഫ്റ്റുകളിൽ നമ്മൾ കോട്ടർ ജോയിൻറ്റ്സ് ഉപയോഗിക്കുള്ളൂ. റൊട്ടേറ്ററി ആയിട്ടുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യില്ല, കോട്ടർ ജോയിൻറ്റ്സ് ഉപയോഗിക്കില്ല. ഇതിൻ്റെ ഈ ടേപ്പറിങ് ഞാൻ പറഞ്ഞു, ഈ കോട്ടർ എന്നുള്ളത് എന്താണ്, ഒരു ടേപ്പേർഡ് ഫോമിലാണ് ആ കോട്ടർ ഉള്ളത്. അതിൻ്റെ ആ ടേപ്പറിങ് എന്ന് പറയുന്നത് 1/24 മുതൽ 1/48 വരെയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഈ കോട്ടർ ജോയിൻറ്റുകൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് സ്റ്റീം എഞ്ചിൻ്റെ ക്രോസ് ഹെഡിൽ, കംപ്രസറിൽ ഒക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ കോട്ടർ ജോയിൻറ്റുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത്. ഇനി നമുക്ക് കോട്ടർ ജോയിൻറ്റുകളുടെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് കോട്ടർ ജോയിൻറ്റ് വിത്ത് സ്ലീവ്. കോട്ടർ ജോയിൻറ്റ് വിത്ത് സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് കോട്ടർ ജോയിൻ്റ് ആണ് ആക്ച്വലി കോട്ടർ ജോയിൻറ്റ് വിത്ത് സ്ലീവ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കോട്ടർ ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോയാക്സിയൽ ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ റോഡുകളിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് എന്ത്, കോട്ടർ ജോയിൻറ്റ് വിത്ത് സ്ലീവ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലീവ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് റോഡുകളുണ്ട്. ആ രണ്ട് റോഡുകളും എന്ത് ചെയ്യും, ഈ സ്ലീവിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഈ റോഡും സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള റോഡും അതേപോലെ തന്നെ ഈ സ്ലീവിലൂടെയും എന്ത് ചെയ്യും, സ്ലോട്ട് കട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കോട്ടേഴ്സിനെ ഇതിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതിലെന്തുണ്ട്, രണ്ട് കോട്ടേഴ്സ് ഉണ്ട്, ഒരു സ്ലീവും ഉണ്ട്. ഒരേ ഡയമീറ്റർ ഉള്ള റോഡുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രണ്ട് വെഡ്ജ് ഷേപ്പ്ഡ് കോട്ടേഴ്സും ഒരു സ്ലീവും ആണ് എന്ത് ചെയ്യുക ഇതിലുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സ്ലീവിലും സിലിണ്ടറിലും കൂടെ ആയിട്ട് നമ്മൾ സ്ലോട്ട് കട്ട് ചെയ്തിട്ട് അത് ഇറക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതെന്തായി, ജോയിൻ്റ് ആയി. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഈ റോഡും അതേപോലെ തന്നെ ഈ റോഡും തമ്മിൽ ഈ സ്ലീവിനകത്ത് വെച്ച് എന്താവുന്നു, കണക്റ്റ് ആവുന്നു. അപ്പോൾ രണ്ടാമത്തേത് കോട്ടർ ജോയിൻറ്റ് വിത്ത് സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് എൻഡ് ആണ്. ഒരു റോഡ് സോക്കറ്റ് വെച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് വരുന്ന റോഡ്, ഇതിനെയാണ് നമ്മൾ സോക്കറ്റ് എന്ന് പറയുന്നത്, സോക്കറ്റ് വെച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. മറ്റേ എൻഡ് റോഡ് ഈ സോക്കറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിഗോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗമാണ് എന്ത് ആക്ച്വലി സ്പിഗോട്ട് എന്നുള്ളത്. ഇത് സോക്കറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സോക്കറ്റിലേക്ക് ഈ സ്പിഗോട്ട് എൻഡ് ഇൻസേർട്ട് ചെയ്യും. ഈ റോഡിലും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സോക്കറ്റിലും സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ ഈ സ്പിഗോട്ട് എൻഡിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ റോഡിലും ഷാഫ്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ റെക്ടാങ്കുലർ സ്ലോട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ കോട്ടറിനെ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, അവിടെ ജോയിൻ ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് എന്ത്, സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് എൻഡ്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒറ്റ കോട്ടർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ സ്ലീവിൽ എന്ത് ചെയ്തു, രണ്ട് കോട്ടർ ഉപയോഗിച്ചിരുന്നു. അവിടെ ഒരു സ്ലീവും രണ്ട് കോട്ടറുമാണ് ഉപയോഗിച്ചത്. ഇവിടെ ഒറ്റ കോട്ടർ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ഇതും എന്താണ്, കംപ്രസീവ് അല്ലെങ്കിൽ ടെൻസൈൽ ആയിട്ടുള്ള ഫോഴ്സുകൾ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് എന്ത്, കോട്ടർ ജോയിൻറ്റ് വിത്ത് സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് എൻഡ് എന്ന് പറയുന്നത്.
ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് കോട്ടർ ജോയിൻറ്റ് വിത്ത് എ ജിബ് ആൻഡ് കോട്ടർ ജോയിൻറ്റ് എന്ന് പറയും. അതായത് സിലിണ്ടറിക്കൽ ക്രോസ് സെക്ഷൻ ഉള്ളത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റ് രണ്ട് ടൈപ്പ് ഓഫ് കോട്ടർ ജോയിൻറ്റുകളിലും സിലിണ്ടറിക്കൽ റോഡുകളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്നാൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനുള്ള റോഡുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോട്ടർ ജോയിൻറ്റ് വിത്ത് ജിബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡ് അല്ലെങ്കിൽ സ്ട്രാപ്പ് എൻഡ്, ഈ എൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാപ്പ് എൻഡ് എന്ന് പറയുന്നത്. ആ സ്ട്രാപ്പ് എൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റോഡിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ സ്ട്രാപ്പ് എൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടാവും, ഈ റോഡിലും സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ സ്ട്രാപ്പ് എൻഡിനകത്തേക്ക് ഈ റോഡിനെ ഇൻസേർട്ട് ചെയ്തിട്ട് അതിലൂടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു ജിബ് ഇറക്കി വെക്കും. ജിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിനെയാണ് നമ്മൾ ജിബ് എന്ന് പറയുന്നത്. ഈ ജിബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഈ രണ്ട് റോഡുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കും എന്ത്, ജിബ്. തൊട്ട് മുന്നേ നമ്മൾ സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് അറേഞ്ച്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ ജിബ് ഇല്ലാതെയും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ കോട്ടർ ഇൻസേർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ കോട്ടർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ലൂസൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ജിബ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ജിബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, ഇതൊരു എന്താ പറയുക, ഒരു സി ഷേപ്പിലുള്ള ഒരു എലമെൻ്റ് ആണ് എന്ത്, ജിബ് എന്നുള്ളത്. അപ്പോൾ ആ ജിബ് എന്ത് ചെയ്യുന്നതിന് ഇവിടേക്ക് കയറി നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കോട്ടർ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിന് രണ്ടിനും കൂടെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലോട്ട് കട്ട് ചെയ്യുന്നത്. സാധാരണയായിട്ട് കോട്ടർ ജോയിൻറ്റുകളുടെ തിക്നെസ് സ്പെസിഫൈ ചെയ്യുന്നത് ജിബിൻ്റെ തിക്നെസ് കോട്ടറിൻ്റെ തിക്നെസ്സിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഈ തിക്നെസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് കോട്ടറിൻ്റെ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ജിബിൻ്റെ തിക്നെസ് നമ്മൾ പറയുന്നത് കോട്ടറിൻ്റെ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് ഓഫ് ജോയിൻറ്റ് നോക്കാം, അതാണ് പിൻ ജോയിൻറ്റ്. പിൻ ജോയിൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരേ ഡയറക്ഷനിലുള്ള റോഡുകളല്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റോഡുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ പിൻ ജോയിൻറ്റുകൾ ഉപയോഗിക്കാറ്. അപ്പോൾ രണ്ട് റോഡുകൾ ടെൻസൈൽ ലോഡിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, ഒരു പിൻ ജോയിൻ്റ് ആയിരിക്കും. ജോയിൻ്റ് ഈ പിൻ ജോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലാർ മിസ്അലൈൻമെൻറ്റ് അനുവദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് എന്ത്, പിൻ ജോയിൻ്റ് എന്നുള്ളത്. ആൻഡ് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കംപ്രസീവ് ലോഡിനെയും എടുക്കാൻ സാധിക്കുന്ന ജോയിൻ്റ് ആണ് പിൻ ജോയിൻറ്റ്. കോട്ടർ ജോയിൻറ്റുകളിലുള്ള പോലെയല്ല, പിൻ ജോയിൻറ്റുകളിൽ ഒരു ഹോൾസ് ഫോം ചെയ്തിട്ട് ആ ഹോൾസിൽ ഒരു ക്ലിയറൻസ് ഉള്ള ഹോള് ആണ്, അതിലേക്ക് നമ്മൾ പിൻ ഇൻസേർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, പിൻ ജോയിൻറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. പിൻ ജോയിൻറ്റിൻ്റെ ഒരു ടൈപ്പാണ് എന്ത്, നക്കിൾ ജോയിൻറ്റ് എന്നുള്ളത്. സോ നക്കിൾ ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് സർക്കുലർ ആയിട്ടുള്ള റോഡുകളെ തമ്മിൽ ഫാസ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ നക്കിൾ ജോയിൻറ്റ് ഉപയോഗിക്കുക. നക്കിൾ ജോയിൻറ്റുകൾ സാധാരണയായിട്ട് റൊട്ടേറ്ററി മോഷനുള്ള റോഡുകളെ റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ അല്ലെങ്കിൽ തിരിച്ചോ റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ ഉള്ളതിനെ റൊട്ടേറ്ററി മോഷൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നക്കിൾ ജോയിൻറ്റുകളാണ്. രണ്ട് റോഡുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി നക്കിൾ ജോയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ അതിലുള്ള ഒരു റോഡിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു 1i എൻഡാണ്, മറ്റേ റോഡിൻ്റെ എൻഡ് എന്ന് പറയുന്നത് 2i എൻഡാണ്. അപ്പോൾ ഈ 2i എൻഡുള്ള അല്ലെങ്കിൽ ഫോർക്ക് എൻഡുള്ള ഒരു റോഡിലേക്ക് നമ്മൾ 1i എൻഡുള്ള ഈ റോഡിനെ എന്ത് ചെയ്യും, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നക്കിൾ പിന്ന് ഇറക്കി വെക്കും. നക്കിൾ പിന്ന് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കോളർ ഫിക്സ് ചെയ്യും. ഈ നക്കിൾ പിന്നിൽ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും, എന്തിന്, ടേപ്പർ പിന്നിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കോളറിലും ഇതേപോലെ തന്നെ രണ്ട് ഹോൾസ് കൊടുത്തിട്ടുണ്ടാവും ടേപ്പർ പിന്നിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നക്കിൾ പിന്ന് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് കോളർ ഫിക്സ് ചെയ്യുന്നു, ആ കോളറിലേക്ക് നമ്മൾ ടേപ്പർ പിന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ അസംബിൾഡ് ഫിഗർ കാണാം, ഇവിടെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള ഫിഗർ കാണാം. ഓക്കെ, അപ്പോൾ അസംബിൾഡ് ഫിഗറിൽ എന്താണ്, ഇത്രയേ ഉള്ളൂ, 2i ഉള്ളതിലോട്ട് 1i റോഡിനെ നമ്മൾ ഇറക്കി വെക്കുന്നു. എന്നിട്ട് അതിൽ നക്കിൾ പിന്ന് പ്രൊവൈഡ് ചെയ്ത് കോളറിലൂടെ നമ്മൾ ടേപ്പർ പിന്ന് ഇൻസേർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് നക്കിൾ ജോയിൻറ്റ് ഫോം ചെയ്യുന്നത്. സോ നക്കിൾ ജോയിൻറ്റ് എന്താണ്, അലൈൻമെൻറ്റ്, മിസ്അലൈൻമെൻറ്റ്, ആംഗുലാർ മിസ്അലൈൻമെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ്, പിൻ ജോയിൻ്റ് ആണ് എന്ത്, നക്കിൾ ജോയിൻറ്റ് എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കീസിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷാഫ്റ്റിലേക്ക് പുള്ളിയോ ഗിയറോ അല്ലെങ്കിൽ സ്പ്രോക്കറ്റോ അതുപോലെയുള്ളതിനൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീസ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഷാഫ്റ്റിലേക്ക് ഒരു റൊട്ടേറ്റിംഗ് എലമെൻ്റ് ആണ് ഷാഫ്റ്റ് എന്നുള്ളത്. ആ ഷാഫ്റ്റിലേക്ക് നമ്മളുടെ എന്ത് ചെയ്യണം, പുള്ളീനെ അറ്റാച്ച് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ പുള്ളീനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ പുള്ളി എന്ത് ചെയ്യണം, ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ പുള്ളിയും അതേപോലെ തന്നെ ഷാഫ്റ്റും തമ്മിൽ കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ എലമെൻ്റ് ആണ് എന്ത്, കീസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഒരു പുള്ളിയാണ്, ഇത് ഒരു ഷാഫ്റ്റ് ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ ഈ ഷാഫ്റ്റും ഈ പുള്ളിയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കീസ് ഉപയോഗിക്കും. ഈ കീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇതിന് റിലേറ്റീവ് മോഷൻ ഇല്ലാതിരിക്കുകയുള്ളൂ. അതായത് ഇത് തിരിയുമ്പോൾ എന്ത് ചെയ്യണം, ഇതും അതിൻ്റെ കൂടെ തിരിയണം. അല്ലാതെ ഇത് തിരിയുകയും ഇത് തിരിയാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ സ്ലിപ്പ് ഉണ്ടാവും. സോ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഷാഫ്റ്റിനെ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷാഫ്റ്റിനെയും അതേപോലെ തന്നെ പുള്ളിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എലമെൻറ്റുകൾ, ഗിയറോ സ്പ്രോക്കറ്റോ പോലുള്ളതിനെയൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീസ് ഉപയോഗിക്കുന്നത്. ഇനി കീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീസ് ഇൻസേർട്ട് ചെയ്യുന്നത് ആക്സിയൽ ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഈ ആക്സിസ് ഇങ്ങനെയാണ് പോകുന്നത്, അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ കീസും ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ ഹബ് എന്ന് പറയുന്നത്. ഷാഫ്റ്റിനെ കീസ് ഉപയോഗിച്ചുകൊണ്ട് ഹബിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഫ്റ്റിലും അതേപോലെ തന്നെ ഹബിലും എന്ത് ചെയ്യും, ഗ്രൂവ്സ് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഗ്രൂവുകളെയാണ് നമ്മൾ കീ വേയ്സ് എന്ന് പറയുന്നത്. ഷാഫ്റ്റിൽ കട്ട് ചെയ്യുന്നതിനെയും അതേപോലെ തന്നെ ഹബിൽ കട്ട് ചെയ്യുന്നതിനെയും കീ വേ എന്നാണ് പറയുക, കീ വേ എന്ന് പറയും. അതല്ലെങ്കിൽ ഷാഫ്റ്റിൽ കട്ട് ചെയ്തിട്ടുള്ള ഗ്രൂവിന് നമ്മൾ കീ സീറ്റ് എന്ന് പറയും. ഓക്കെ, ചിലപ്പോൾ രണ്ടിനെയും കീ വേസ് എന്ന് തന്നെയാണ് പറയുക, അല്ലെങ്കിൽ ഷാഫ്റ്റിൽ കട്ട് ചെയ്തതിനെ കീ സീറ്റ് എന്നും പറയാറുണ്ട്. കീസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹാർഡൻഡ് സ്റ്റീലാണ്, അല്ലെങ്കിൽ ടെമ്പേർഡ് സ്റ്റീലാണ്. കൊറോസീവ് എൻവയോൺമെൻറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാസ് ഉപയോഗിച്ചുകൊണ്ടും കീസ് ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കീസിൻ്റെ ടൈപ്സ് എന്നുള്ളത്. കീസ് നമ്മൾ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സങ്ക് കീസ്, സാഡിൽ കീസ്, ടാൻജൻറ്റ് കീസ്, റൗണ്ട് ഓർ പിൻ കീസ് ആൻഡ് സ്പ്ലൈൻസ്. ഇതിൽ സങ്കീനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെക്ടാങ്കുലർ സങ്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സങ്കീസ്, റെക്ടാങ്കുലർ സങ്കി, സ്ക്വയർ സങ്കി, പാരലൽ സങ്കീസ്, ജിബ് ഹെഡ് സങ്കി ആൻഡ് വുഡ് റഫ് കീ. അപ്പോൾ നമുക്ക് സങ്കിയുടെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സങ്കി എന്താണെന്ന് നോക്കാം ആൻഡ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. സോ സങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കീ ആണ്. നമ്മൾ ഷാഫ്റ്റിനെയും അതേപോലെ തന്നെ ഹബിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സങ്കീസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹാഫ് പോർഷൻ ഷാഫ്റ്റിലും ഹാഫ് പോർഷൻ ഹബിലും ആയിട്ടിരിക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക, സങ്കീസ് ഉണ്ടാവുക. ഇനി സങ്കീസിൻ്റെ ടൈപ്സ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എ സ്ക്വയർ സങ്കി. സ്ക്വയർ സങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കിയുടെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഒരു സ്ക്വയർ സങ്കി. ഇതിനൊരു ചെറിയ ടേപ്പറിങ് ഉണ്ടാവും. ടേപ്പറിങ് അലോങ് ഇറ്റ്സ് ലെങ്ത് ആണ്. ലെങ്ത്തിന് എന്തുണ്ടാവും, ടേപ്പറിങ് ഉണ്ടാവും. ക്രോസ് സെക്ഷനിൽ നോക്കുമ്പോൾ എന്താണ്, പെർഫെക്റ്റ്ലി അതൊരു സ്ക്വയർ ആയിരിക്കും. അടുത്തത് ഒരു റെക്ടാങ്കുലർ സംഖ്യയാണ്. റെക്ടാങ്കുലർ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, റെക്ടാങ്കുലർ ആയിരിക്കും. അതിൻ്റെ ലാർജർ എൻഡിൽ തിക്നെസ് കൂടുതലായിരിക്കും, അതായത് ടേപ്പേർഡ് ആയിരിക്കും എന്ത് ചെയ്യുക, ആ സംഖ്യ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടേപ്പറിങ് 1/100 1/100 എന്ത് ചെയ്യുക, റെക്ടാങ്കുലർ സംഖ്യയുടെ ടേപ്പറിങ് ഉണ്ടാവുക. നമ്മൾ ഈ സംഖ്യസൊക്കെ നമ്മൾ ഹബും അതേപോലെ തന്നെ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഹാമർ ചെയ്തിട്ടാണ്. അപ്പോൾ ഹാമർ ചെയ്ത് അതിൻ്റെ ഒരു പോർഷൻ ഷാഫ്റ്റിലും മറ്റേ പോർഷൻ ഹബിലുമായിട്ടിരിക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക, കീസ് ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ് പാരലൽ സംഖ്യ. പാരലൽ സംഖ്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ടേപ്പറിങ് ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെയാണ് ഈ കീസ് ഉണ്ടാവുക. എന്താണ് ഇതിൻ്റെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ഒക്കെ എന്താണ് ഒരേ ക്രോസ് സെക്ഷൻ ആയിരിക്കും, സെയിം ക്രോസ് സെക്ഷനാണ് ഉണ്ടാവുക. പാരലൽ സംഖ്യയുടെ എൻഡ് ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ആയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ടാവും. എന്താണെങ്കിലും അവിടെ ടേപ്പറിങ് ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് കീസ് ആണ് പാരലൽ കീസ് എന്നുള്ളത്. അടുത്തത് ഗിബ് ഹെഡ് കീ ആണ്. ഗിബ് ഹെഡ് കീ നമ്മൾ നേരത്തെ കോട്ടർ ജോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗിബാണ് എന്ത് ചെയ്യുക, ഒരു ഗിബ് ഹെഡ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് കീ ആണ് എന്ത് ചെയ്യുക, ഗിബ് ഹെഡ് സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു റെക്ടാങ്കുലർ സംഖ്യയുടെ എൻഡിലായിട്ട് ഒരു റേസ്ഡ് ഹെഡ് ഉണ്ടാവും. ഈ റേസ്ഡ് ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗിബ് ഹെഡ് എന്ന് പറയാം. നമുക്കറിയാം ഗിബ് ഹെഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സാധാരണയായിട്ട് മറ്റിടത്തൊക്കെ നമ്മൾ ഹാമർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ഇതിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഗിബ് ഹെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ ഹാമർ ചെയ്യേണ്ടി വരുമെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസിലി ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സംഖ്യയാണ് എന്ത്, ഗിബ് ഹെഡ് കീ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫെദർ കീ ആണ്. ഫെദർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരലൽ കീക്ക് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. ഫെദർ കീയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷാഫ്റ്റിന് ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫെദർ കീസ് ഉണ്ടാക്കുക. അതായത് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മെഷീൻ ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ സെറ്റ് സ്ക്രൂസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ആക്സിയൽ ആയിട്ടുള്ള മോഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കീ കൂടിയാണ് ഫെദർ സംഖ്യ എന്നുള്ളത്.
സോ നമ്മളുടെ ഷാഫ്റ്റിൽ ഇതിനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. സോ അതിലോട്ട് ഇറക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഫെദർ കീ ഉണ്ടാവുക. അടുത്തത് വുഡ് റഫ് കീ ആണ്. വുഡ് റഫ് കീയുടെ ഷേപ്പ് നിങ്ങൾക്ക് കാണാം, ഒരു സെമി സർക്കുലർ ഡിസ്കിൻ്റെ ഷേപ്പാണ്. അതിൻ്റെ തിക്നെസ് എന്താണ്, യൂണിഫോം തിക്നെസ് ആണ് അതിന് ഉണ്ടാവുക. ഒരു സെൽഫ് അലൈൻഡ് കീ ആണ് എന്ത് വുഡ് റഫ് കീ എന്നുള്ളത്. സെൽഫ് അലൈൻഡ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കലി അലൈൻ ചെയ്യാൻ പറ്റുന്നത്, അതായത് ചെറിയ മിസ്അലൈൻമെൻറ്റ് ഉണ്ടായാലും സെൽഫായിട്ട് അലൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കീ ആണ് വുഡ് റഫ് കീ എന്നുള്ളത്. വുഡ് റഫ് കീക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ടേപ്പേർഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കീ ആണ് വുഡ് റഫ് കീ എന്നുള്ളത്. വുഡ് റഫ് കീ സ്പെസിഫൈ ചെയ്യുന്നത് നമ്പറിൻ്റെ ബേസിലാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സാഡിൽ കീസിനെ പറ്റിയിട്ടാണ്. സാഡിൽ കീ നമ്മൾ നേരത്തെ പറഞ്ഞു, സങ്ക് കീസിൽ ഷാഫ്റ്റിലും അതേപോലെ തന്നെ ഹബിലും കീവേസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കീസ് ഇൻസേർട്ട് ചെയ്യാറുള്ളത്. എന്നാൽ സാഡിൽ കീസിൽ ഹബിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കീവേസ് കട്ട് ചെയ്യുള്ളൂ. എന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കീ ആണ് എന്ത് സാഡിൽ കീ എന്നുള്ളത്. ഷാഫ്റ്റിൻ്റെ മുകളിൽ എന്താണ് മൗണ്ട് ചെയ്ത രൂപത്തിലായിരിക്കും ഇത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ലൈറ്റ് ആപ്ലിക്കേഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ടോർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രിക്ഷൻ വഴിയാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് പവർ ട്രാൻസ്മിഷൻ, അത് ചെറിയ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് മാത്രമേ സാഡിൽ കീസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫ്ലാറ്റ് സാഡിൽ കീയും ഹോൾ ഓഫ് സാഡിൽ കീയും ഉണ്ട്. ഫ്ലാറ്റ് സാഡിൽ കീ ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് കാണുന്ന പോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഹബിൽ അങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കീവേ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഹോളോ സാഡിൽ കീ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു കോൺകേവ് സർഫസ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് കാണാം കോൺകേവ് സർഫസ്. ഒരു ആ ഷാഫ്റ്റിൻ്റെ തന്നെ സർക്കുലർ സർഫസിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞു ലോ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് സാഡിൽ കീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ടാൻജൻറ്റ് കീ ആണ്. അതായത് ആ ഷാഫ്റ്റിൻ്റെ സർക്കിളിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, കീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് അതിന് ടാൻജൻഷ്യൽ കീ എന്ന് പറയും. അത് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ പെയർ ആയിട്ടോ ഒക്കെ കൊടുക്കാറുണ്ട്. ഹൈ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടാൻജൻറ്റ് കീ ആണ്. ഇവിടെ ടാൻജൻറ്റ് കീയിൽ രണ്ട് പെയർ ഓഫ് കീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, അതിന് ടോർക്ക് എടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് കീ എന്ന് പറയുന്നത് റൗണ്ട് കീ ആണ്. റൗണ്ട് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പിൻ അല്ലെങ്കിൽ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു ടൈപ്പ് ഓഫ് കീ ആണ് റൗണ്ട് അല്ലെങ്കിൽ പിൻ കീ എന്ന് പറയുന്നത്. ഷാഫ്റ്റ് ഹബിൽ വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ കീ ഇൻസേർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ കീ ഹോള് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നീട് ഡ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രില്ല് ചെയ്തിട്ട് അതിലേക്ക് ആ പിന്ന് കയറ്റി വെക്കുകയാണ് ചെയ്യുക. സോ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കീ എന്ന് പറയുന്നതിന് കുറച്ച് ടോർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ലോ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് റൗണ്ട് കീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫിഗറിൽ കാണാം. ഇനി ലാസ്റ്റ് വണ്ണാണ് എന്ത് സ്പ്ലൈൻസ് എന്നുള്ളത്. സ്പ്ലൈൻസിൻ്റെ പ്രത്യേകത, നമുക്ക് ഒരു സിംഗിൾ കീസ് കൊണ്ട് പവർ മുഴുവനായിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വളരെ വലിയ പവർ ട്രാൻസ്മിഷനാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നമ്പർ ഓഫ് കീസ് എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കീസ് കട്ട് ചെയ്ത് ഹബിലേക്ക് കയറ്റി വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കീ ആണ് എന്ത് സ്പ്ലൈൻസ് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ സ്പ്ലൈൻസ് എന്ന് പറയും. ഇങ്ങനത്തെ ഷാഫ്റ്റിനെ നമ്മൾ സ്പ്ലൈൻഡ് ഷാഫ്റ്റ് എന്ന് പറയും. ഇതിൽ ഹബിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, സ്ലോട്ട് ഉണ്ടാവുള്ളൂ. ആ കീ എന്ത് ചെയ്യും, ഒരു ഷാഫ്റ്റിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ ഷാഫ്റ്റിൽ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, കീസ് കട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഹബിലുള്ള കീവേയിലോട്ട് അതിനെ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഓട്ടോമൊബൈൽ ഗിയർ ബോക്സസിൽ, അതേപോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്ലൈൻസ് ആണ്.